إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദീനും ദുനിയാവും ഒരേപോലെ നഷ്ടപ്പെടുത്തുന്ന ഒരു ദുർഗുണമാണ് അസൂയ, ഹസദ് എന്ന് പറയുന്നത്. പണ്ഡിതർ പറഞ്ഞത് മിനൽ അംറാദിൽ ഖുലൂബിൽ ഖതീറ, നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു രോഗമാണ് അസൂയ എന്നാണ്. ജൂതന്മാരായ ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്നും സ്വന്തം മക്കളെ പാപ്പാക്കും ഉമ്മാക്കും അറിയുന്നത് പോലെ കൃത്യമായി പ്രവാചകനെ അറിഞ്ഞിട്ടുപോലും ആ പ്രവാചകനെ നിഷേധിക്കാനും തള്ളാനും കാരണമായത് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, തങ്ങളുടെ വർഗത്തിൽ നിന്ന് ഒരു നബി വന്നില്ല എന്നത് മാത്രമായിരുന്നു. അറബുകളിൽ നിന്നാണ് പ്രവാചകൻ വന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഹക്ക് മനസ്സിലായിട്ട് പോലും അവർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരുന്നത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 109-ാം വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ്, ഈ ഹക്ക് മനസ്സിലായിട്ട് പോലും മുസ്ലിങ്ങളായ ആളുകളെ എങ്ങനെയും, ഇസ്ലാം സ്വീകരിച്ച ആളുകളെ എങ്ങനെയും മടക്കിക്കൊണ്ടുവരിക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ജൂതന്മാർക്കുണ്ടായിരുന്നത് എന്നാണ്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. അവരതിയായി ആഗ്രഹിക്കുകയാണ്, എല്ലാ ജൂതന്മാരും ആഗ്രഹിക്കുകയാണ്, ഇസ്ലാമിലേക്ക് പോയവരെ എങ്ങനെയെങ്കിലും ഒന്ന് കുഫറിലേക്ക്
മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഹക്ക് മനസ്സിലായിട്ട് പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന അസൂയ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം അവർ ചിന്തിച്ചത്, അല്ലാണ്ട് ഹക്ക് മനസ്സിലാക്കാത്തതിന്റെ പേരിലായിരുന്നില്ല എന്ന്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഇസ്ലാമിലെ 2 കാര്യങ്ങളോട് ജൂതന്മാർക്ക് വല്ലാത്ത അസൂയ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇങ്ങനെയാണ്, റസൂലുള്ള പറഞ്ഞതായി, മാ ഹസദ്തുക്കും അൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസദ്തുക്കും അലസ്സലാമി വത്തഅ്മീൻ. 2 കാര്യങ്ങളിൽ, ഒന്ന്, നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. അതൊരു അഭിവാദ്യമാണ്, അതൊരു പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥനയും ആ ഒരു അഭിവാദ്യവും നമ്മുടെ മനസ്സിന് സന്തോഷകരമാണ്, ആശ്വാസകരമാണ്. അപ്പൊ ഈ ഒരു അഭിവാദ്യത്തിൽ ജൂതന്മാർ മുസ്ലിങ്ങളോട് കടുത്ത അസൂയക്കാരാണെന്നാണ്. മറ്റൊന്ന് തഅ്മീൻ, ആമീൻ പറയാ, ഒരു ദുആക്ക് ആമീൻ പറയാ. പ്രത്യേകിച്ച് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമസ്കാരത്തിൽ ഉറക്കെ ആമീൻ പറയുന്നു. അത് ജൂതന്മാർക്ക് കടുത്ത വൈരമാണ് ആ വിഷയത്തിൽ. ഇതിൽ 2ലും അസൂയയാണെന്നാ പറഞ്ഞത്. കാരണം ഈ 2 കാര്യങ്ങളിലും അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന ആ ഒരു ചിന്തയാണ് അസൂയ ഉണ്ടാകാൻ കാരണമെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണ്, ഈമാനുള്ളവരാണ്. സൂറത്തുൻ നിസായിലെ 54-ാം വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കും, ഫضലുകൾ കൊടുക്കും. അത് സൗന്ദര്യമായിട്ടാകാം, അത് സ്ഥാനങ്ങളായിട്ടാകാം, സമ്പത്തായിട്ടാകാം. അതിന് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാഹു അവന്റെ ഫضലിൽ നിന്ന്, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് ചില ആളുകൾക്ക് അള്ളാഹ് കൊടുക്കും. അതിനെന്തിനാണ് മനുഷ്യരോട് നിങ്ങൾ അസൂയ കാട്ടുന്നത് എന്ന് റബ്ബ് ചോദിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞാൽ അസൂയയുടെ എന്തെങ്കിലും ഒരംശം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എനിക്കാരോടും അസൂയൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ അതുണ്ടായേക്കാം. അത് നമ്മുടെ ദീനും നമ്മുടെ ദുനിയാവും നശിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അസൂയ അടക്കം വരുന്ന എല്ലാ ഷർറുകളിൽ നിന്നും കാവലായിട്ടാണ് സൂറത്തുൽ ഫലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ആ സൂറത്തിന്റെ അവസാനത്തെ വചനം, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെക്കുമ്പോൾ അവന്റെ അസൂയയിൽ നിന്നും അതിന്റെ കെടുതിയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു റബ്ബേ. കുറെ കാര്യങ്ങൾ ആ സൂറത്തിലുണ്ട്. അതിലേറ്റവും അവസാനം അള്ളാഹു പറഞ്ഞത്, ഒരാൾക്ക് നമ്മളോട് അസൂയ തോന്നിയാൽ അവൻ നമ്മളെ കൊല്ലും. അതുകൊണ്ട് ആർക്കും നമ്മളോട് അസൂയ തോന്നാതിരിക്കാൻ, ഇനി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഷർറ് നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇസ്ലാമിലെ സാഹോദര്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ വലാ തബാഗളു, നിങ്ങൾ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകവെക്കരുതേ. വലാ തഹാസദു, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച വരുമ്പോ അത് ഇല്ലാതായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ അസൂയ കാണിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിണങ്ങി മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാവരുത്. കാരണം നിങ്ങൾ ആരാ? വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായ ദാസന്മാരായ സഹോദരങ്ങളാണ്. ആ ഒരു സാഹോദര്യ ബോധത്തോടു കൂടിയാവണം നിങ്ങൾ ജീവിക്കേണ്ടത്. മുഖം തിരിഞ്ഞു നിൽക്കരുത്, വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കരുത്, ഉയർച്ചയിൽ അസൂയപ്പെടരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ മുമ്പ് ഏതോ ഒരു വിഷയത്തിൽ ഇവിടെ ഉണർത്തിയ ഒരു ഹദീസുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളൽ റസൂലുള്ളാഹ്, അള്ളാന്റെ ദൂതരെ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഫضലുള്ള ആളുകൾ ആരാണ്? ഖാല കുല്ലു മഖ്മൂമിൽ ഖൽബ് സദൂഖുൽ ലിസാൻ, നാവ് കൊണ്ട് സത്യം പറയുന്ന മനുഷ്യന്മാർ, മഖ്മൂമുൽ ഖൽബിന്റെ ആളുകൾ എന്ന് പറഞ്ഞപ്പോ
സഹാബത്ത് ചോദിക്കുന്നു, ഖാലൂ സദൂഖുൽ ലിസാൻ നഅരിഫുഹു ഫമാ മഖ്മൂമുൽ ഖൽബ്. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം നബിയെ, മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ റസൂൽ പറയാൻ, ഹുവ തഖിയ്യു, അങ്ങേയറ്റം തഖ്വയുള്ളവനാണവൻ, അന്നഖിയ്യു, ജീവിതത്തിൽ അതീവ വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്നവനാണവൻ, ലാ ഇസ്മ ഫീഹ്, അവനിൽ കാര്യമായ പാപങ്ങളൊന്നും വരുന്നില്ല, വലാ ബഗിയ, ആളുകളോട് അതിക്രമം കാണിക്കുന്നവനല്ല, വലാ ഗില്ല, മറ്റൊരാളോട് പകവെച്ച് പുലർത്തുന്നവനല്ല, വലാ ഹസദ, വേറൊരാളോട് അസൂയ കാണിക്കുന്നവനുമല്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. അങ്ങനെയുള്ളവരെയാണ് മഹ്മൂമുൽ ഖൽബ് എന്ന പദം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഇതേപോലെ ഈ വിഷയത്തിൽ ഏറെ സുപ്രധാനമായ ഒരു ഹദീസ് കൂടി നമുക്ക് ഇങ്ങനെ കാണാം. പ്രവാചകൻ പറയുന്നു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദ്. ഒരു മുഅ്മിനിന്റെ മനസ്സിൽ, ഒരു ഈമാനുള്ളവന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും ഒരുമിക്കുകയില്ല, സംഗമിക്കുകയില്ല. ഈമാനുള്ളവനാണെങ്കിൽ അവന്റെ മനസ്സിൽ ഹസദ് ഉണ്ടാവില്ല, ഒരാളോടും അസൂയ ഉണ്ടാവില്ല. ഇനി ഒരാളുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിലോ അവന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടാവില്ല. അപ്പൊ ഈമാനും ഹസദും, വിശ്വാസവും അസൂയയും ഒരാളുടെ മനസ്സിൽ ഒരിക്കലും യോജിക്കുകയില്ല, ഒത്തുവരികയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, ഒരു സമൂഹം എപ്പോഴും ഖൈറിൽ നിലനിൽക്കണമെങ്കിൽ, ഒരു സമൂഹത്തിൽ എപ്പോഴും ഖൈർ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ പരിഹാരങ്ങളിലേക്ക് വരിക. എന്താ? ലാ യസാലുന്നാസു ബിഖൈരിൻ മാ ലം യതഹാസദു. ഒരാളോടും അസൂയ വെക്കാത്ത കാലത്തോളം അള്ളാഹു നിങ്ങൾക്ക് ഖൈറുകൾ തന്നുകൊണ്ടേയിരിക്കുമെന്ന്. മുമ്പ് കഴിഞ്ഞുപോയ പല സമൂഹങ്ങളിലേക്കും ഇഴഞ്ഞു വന്ന രണ്ട് ദുർഗുണങ്ങൾ, അതിലൊന്ന് അസൂയയാണ് പ്രവാചകൻ എണ്ണിയത്. മുമ്പ് കഴിഞ്ഞുപോയ പല സമൂഹത്തെയും അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ആ സമൂഹം നശിച്ചു പോകാനുള്ള കാരണങ്ങളിലൊന്ന്, മറ്റുള്ളവർക്ക് അള്ളാഹു ഭൗതികമായ ചില ഗുണങ്ങളും മേന്മകളും നേട്ടങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതുൽ അസൂയപ്പെടുകയും അതില്ലാതാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിലേക്ക് ഇഴഞ്ഞെത്തിയതുപോലെയുള്ള ഒരു രോഗം ഈ ഉമ്മത്തിലേക്കും ഇഴഞ്ഞു കടന്നു വരിക തന്നെ ചെയ്യും. എന്താ? അൽ ഹസദു വൽ ബഗ്ളാ. അൽ ഹസദു വൽ ബഗ്ളാ, അതിലൊന്ന് അസൂയയാണ്, മറ്റൊന്ന് മനുഷ്യരോടുള്ള വിദ്വേഷവും പകയുമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹിയൽ ഹാലിക, അത് ഹാലിക്കത്താണ്. ഹാലിക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലാ അഖൂലു തഹ്ലികു ശഅർ, ഞാൻ നിങ്ങളോട് മുടി വടിച്ചു കളയണമെന്ന് പറയൂല. എന്താ ഹൽക്ക് എന്ന് പറഞ്ഞാൽ? എന്താ? തലയിലെ മുടി പൂർണ്ണമായിട്ടും വടിച്ചു കളയുന്നതിനാണ് ഹൽക്ക് എന്ന് പറയാ. മുടി പൂർണ്ണമായിട്ടും വടിച്ചു കളയുക. അപ്പം അസൂയയും പകയും ഹാലിക്കത്താണ്, അതൊന്നായി വടിച്ചു കളയും എന്ന് പറഞ്ഞു. മുടി വടിച്ചു കളയുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാകിൻ തഹ്ലിഖുദ്ദീൻ, അത് നിങ്ങളുടെ മനസ്സിൽ കയറിയാൽ നിങ്ങളുടെ ദീനെ അത് തുടച്ചു കളയുന്ന, പിന്നെ ദീൻ ഉണ്ടാവില്ല. അസൂയുള്ളവന്റെ മനസ്സിൽ ഒരിക്കലും ദീൻ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ താബിഈ പണ്ഡിതൻ മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുള്ള പറഞ്ഞു, അൽ ഹസദു മിൻ അഖ്ലാഖിൽ ആം, ഏറ്റവും ആക്ഷേപകരമായ ദുർഗുണം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അസൂയയാണ് എന്ന്. ബതർക്കുഹു മിൻ അഫ്ആലിൽ കിറാം, അത് ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ ഏറ്റവും മാന്യമായ ഗുണം എന്ന് പറഞ്ഞാൽ അവൻ അസൂയ ഒഴിവാക്കി എന്നതാണ്. വലികുല്ലി ഹരീക്കിൻ മുത്ഫിഉൻ, ഏതൊരു വസ്തുവിന് തീ പിടിച്ചാലും തീ അണയ്ക്കാൻ പറ്റും, തീ കെടുത്താൻ പറ്റും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വനാറുൽ ഹസദി ലാ തുത്ഫിഉ, ഒരു മനുഷ്യന്റെ മനസ്സിൽ അസൂയ വന്നിട്ട് അത് കത്താൻ തുടങ്ങിയാൽ അത് കെടുത്താൻ കഴിയില്ല എന്ന്. അത്രയും മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ ദുർഗുണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയയെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എവിടെയെങ്കിലും അത് നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് പരിശോധിച്ച് പൂർണ്ണമായും അസൂയയിൽ നിന്ന്, ഹസദിൽ നിന്ന് മുക്തരാകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയക്കാരന്റെ 3 അടയാളങ്ങൾ വഹബ് ബിൻ മുനബ്ബിഹ് റഹ്മഹുല്ല അദ്ദേഹം പറയും, അസൂയക്കാരന്റെ 3 അടയാളങ്ങൾ. ഒന്നൽ ഹാസിദു സലാസു അലാമാത്ത് യതമല്ലകു ഇദാ ഷഹിദ. അസൂയക്കാരന്റെ 3 അടയാളങ്ങളിൽ ഒന്ന്, അവന്റെ മുമ്പിൽ നീ എത്തിയാൽ അവൻ നിന്നെ നന്നായി പുകഴ്ത്തും, നിന്റെ മുഖസ്തുതി നന്നായി പറയും. വയഗ്താബു ഇദാ ഗാബ, നീ ഇല്ലാത്തപ്പോൾ നിന്നെപ്പറ്റി മറ്റുള്ളവരുടെ നന്നായി കുറ്റം പറഞ്ഞു കൊടുക്കും. വയഷ്മത്തു ബിൽ മുസീബ, നിനക്കെന്തെങ്കിലും ഒരു ദുരന്തമോ പരീക്ഷണമോ ഉണ്ടായാൽ അതിന്റെ പേരിൽ അവൻ വല്ലാതെ സന്തോഷിക്കും. ഇത് അസൂയക്കാരന്റെ 3 അടയാളമാണ് എന്ന് വഹബ് ബിൻ മുനബ്ബിഹ് റഹ്മഹുല്ല പറയുകയാണ്. അതേപോലെ അസൂയ നമ്മുടെ മനസ്സിൽ കടന്നു വരാനുള്ള അസ്ബാബുകൾ, കാരണങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. അതിലൊന്ന് മറ്റുള്ളവരോടുള്ള ശത്രുതയും വിദ്വേഷവുമാണ്. മറ്റൊന്ന് അഹങ്കാരവും, ഞാനാണ് എല്ലാരെക്കാളും മോളിലുള്ളവൻ എന്നുള്ള തോന്നലാണ്. ഇബ്ലീസിന് അസൂയ ഉണ്ടാകാനുള്ള കാരണം അത് അഹങ്കാരത്തിലേക്ക് എത്താനും ലോകാവസാനം വരെ അള്ളാഹുവിനാൽ ശപിക്കപ്പെടാനുള്ള കാരണം അസൂയയായിരുന്നു. മൂന്നാമത്തത് ഹുബ്ബുർ റിയാസത്തി വ ത്വലബുൽ ജാഹ്, നേതൃത്വവും പ്രശസ്തിയും ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ അവിടെ അസൂയ കടന്നു വരും എന്ന് ഉലമാക്കൾ പറഞ്ഞു. മറ്റൊന്ന് മനസ്സിന്റെ ദുഷ്ടത, വല്ലാത്തൊരു ദുഷ്ട മനസ്സ്, മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്നത് ഒരു നിലയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, ഇതൊക്കെ ഒരാളുടെ മനസ്സിലേക്ക് അസൂയ കടന്നു വരാനുള്ള കാരണമാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, എനിക്ക് ലഭിക്കേണ്ട പരിഗണനയും ശ്രദ്ധയും വേറുള്ള ആളുകൾ തട്ടിയെടുക്കുന്നുണ്ടോ, അതെനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഭീതിയും അസൂയ ഉണ്ടാക്കും. അങ്ങനെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ആ സഹോദരങ്ങൾക്ക് അസൂയ തോന്നിയതും കൊല്ലാമെന്ന് വരെ അവർ തീരുമാനിച്ചതും. വേണ്ട, നമ്മുടെ രക്തത്തിൽ പിറന്ന ഒരാളല്ലേ, അവനെ കൊണ്ടുപോയി ഒരു കിണറ്റിലിട്ടേക്കാം, നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയല്ലോ എന്നൊക്കെ അവർ പറയാനുള്ള കാരണം അവരുടെ ആ മനസ്സിൽ കയറിക്കൂടിയ അസൂയയായിരുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിലൊരായത്തുണ്ട്, അവര് പറയാൻ, ആര്? യൂസുഫിന്റെ സഹോദരങ്ങൾ പറയാൻ, ഇത് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. ഇത് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മളോട് നമ്മുടെ ഉപ്പാക്ക് സ്നേഹമില്ല, യൂസുഫിനോടും അവന്റെ സഹോദരൻ ബിനിയാമീനോടുമാണ് ഉപ്പയുടെ സ്നേഹവും ഇഷ്ടവും. ഉപ്പയുടെ ഇഷ്ടം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് യൂസുഫിന്റെ മുഖം ഉപ്പയുടെ മുമ്പിൽ നിന്ന് നമുക്ക് മാറ്റണം, ഇല്ലായ്മ ചെയ്യണം. അവിടുന്നാണ് അവർ കടുത്ത തീരുമാനമെടുക്കുന്നത്. എന്നിട്ട് ആ അസൂയ കടന്നുകൂടിയിട്ട് അവർ എന്തുവരെ പറഞ്ഞു? സ്വന്തം ഉപ്പാനെ വരെ തള്ളി പറയാൻ. എന്താ അവര് പറഞ്ഞത്? ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ. അവർക്കെല്ലാം ചെയ്തു കൊടുത്ത, അവരെ വേണ്ടോളം നോക്കിയ ആ ഉപ്പാനെ പറ്റി പറഞ്ഞെന്താണ്? നമ്മുടെ ഉപ്പ ളലാൽ മുബീനിലാണ്, വഴികേടിലാണ് എന്ന് പോലും, ഉപ്പയെ പോലും അവർ തള്ളിപ്പറഞ്ഞു. അവരുടെ മനസ്സിൽ അസൂയ കടന്നുകൂടിയപ്പോൾ. അതാണ് അസൂയ ഒരുത്തന്റെ മനസ്സിൽ കടന്നുകൂടിയാൽ അവന്റെ കണ്ണ് പിന്നെ കണ്ണ് കാണൂല, അവൻ എന്ത് ദുഷ്ടതയും ചെയ്തു കൂട്ടും എന്നാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ദുർഗുണത്തിൽ നിന്ന് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോലും അവതരിപ്പിച്ച് അതിലെ ഒരു വചനത്തിൽ പോലും അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഈ ദുർഗുണത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊള്ളീൻ എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ മാരകമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ അസൂയ നമ്മളിൽ ആവദിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരോട് നമ്മൾ അസൂയ കാണിക്കുന്നതിൽ നിന്നുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഓരോ നിഅമത്തുകളും തിരിച്ചറിഞ്ഞ് അതിന് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന വിനയാന്വിതരായ ദാസന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ വരുന്ന വീഴ്ചകളിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
ഈ അനുഗ്രഹീതമായ സദസ്സിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്കിടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയും വലയുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇവിടെ ദഹ്റയിൽ ഉണ്ടായിരുന്ന മൻസൂർ എന്ന സഹോദരന്റെ ഉപ്പ വളരെ പ്രയാസത്തിൽ ആശുപത്രിയിൽ കഴിയുകയാണ് എന്ന് വിളിച്ചറിയിച്ചിരുന്നു. ആ ഉപ്പാക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള അനിലാൽ ആസാദ്, അദ്ദേഹത്തിന്റെ ഉപ്പ ആസാദ് ആശുപത്രിയിലാണ്. എന്താണ് അസുഖം എന്നറിയാതെ ഒരുപാട് ചെക്കപ്പുകൾ കഴിഞ്ഞതിന്റെ പ്രയാസത്തിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. നാട്ടിൽ അദ്ദേഹം ഇനി ദഅവാ പ്രവർത്തന രംഗങ്ങളിൽ വളരെ പ്രായാധിക്യത്തിൽ തീട്ടും വളരെ സജീവമായി ദഅവാ പ്രവർത്തനങ്ങളിൽ ഓടി നടക്കുന്ന ഒരു സഹോദരനാണ്. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.